ഹലോ ഗൈസ്, ഗൗരി ശങ്കരത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ശങ്കർ ഭായ് ഫുഡും കഴിക്കാതെ വെള്ളവും കുടിക്കാതെ ഇങ്ങനെ ഇരിക്കുവാണ്. ഇത് കണ്ട് ഗംഗ പറയുന്നുണ്ട്, നീ ഇങ്ങനെ ഒന്നും കഴിക്കില്ല കുടിക്കില്ല എന്ന് പറഞ്ഞിരുന്ന എങ്ങനെയാ ശങ്കു? അവളെപ്പറ്റി അന്വേഷിക്കണമെങ്കിൽ നിനക്കൊരു ആരോഗ്യം വേണ്ടേ? ഇപ്പം തന്നെ CCTV ദൃശ്യങ്ങളും നോക്കാമെന്ന് നിനക്ക് തോന്നിയത് നിനക്ക് ഈ ആരോഗ്യം ഉള്ളതുകൊണ്ടാണ്. അതൊക്കെ കളഞ്ഞിട്ട് എങ്ങനെ ഗൗരീനെ കണ്ടുപിടിക്കുമെന്നാണ് നീ പറയുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. അത് കഴിയുമ്പോൾ പറയാണ്, വാ എന്തെങ്കിലും കഴിക്കുമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ. അപ്പം ഗംഗ ഇങ്ങനെ ശങ്കറിന് കയ്യിൽ പിടിച്ച് വിളിച്ചുകൊണ്ട് പോകുന്ന കണ്ട് നമ്മുടെ മഹാദേവൻ ഇങ്ങനെ സന്തോഷിച്ചിരിക്കുവാണ്. അതേപോലെ മണിമുത്തശ്ശിയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി മഹാദേവൻ പറയുവാണ്, അമ്മ പേടിക്കണ്ട കേട്ടോ, ഗൗരീനെ എത്രയും പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാം, ശങ്കറിൻ്റെ വിഷമമെല്ലാം ഞാൻ മാറ്റി കൊടുക്കാം എന്നൊക്കെ പറയുവാണ്. അത് കഴിയുമ്പോൾ യോഗിനിയമ്മയുടെ അവിടെയുള്ള പെങ്കൊച്ച് വന്ന് ഗൗരീനെ ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിക്കുവാണ്. ആ സമയത്ത് ഗൗരിയോട് പറയുന്നുണ്ട്, ചേച്ചി വെജാണോ നോൺ വെജാണോ? ഞങ്ങളിവിടെ വെജാന്നൊക്കെ പറയുന്നുണ്ട്, ചേച്ചിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാനൊക്കെ പറയുമ്പം ഗൗരി ദേഷ്യപ്പെട്ട് പറയുകയാണ്, ആ യോഗിനിയമ്മ അവരെന്തിനാ എന്നെ ഇവിടെ പിടിച്ചുകൊണ്ട് വന്നേ? ഞാൻ ആരാന്നറിയോ? ശങ്കർ മഹാദേവ് ഭാര്യയാണ്, ചാരങ്ങാട്ടെ മരുമോളാണ് ഞാൻ. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ഇവിടെ എന്നെ കൂട്ടിക്കൊണ്ട് വന്നതെന്ന് പറയുമ്പോഴത്തേക്കും യോഗിനിയമ്മ അങ്ങ് വരുവാണ് കേട്ടോ. അവരൊന്നും മിണ്ടാതെ പ്രാർത്ഥിച്ച് ഭക്ഷണം കഴിക്കുവാണ്. ദേഷ്യപ്പെട്ട് ഗൗരിനെ ഒന്ന് നോക്കുന്നുണ്ട്. അപ്പം ഗൗരിയോട് പറയുന്നുണ്ട്, നിന്നെ കൊണ്ട് ചില ആവശ്യങ്ങളുണ്ട്, അത് നടക്കേണ്ട സമയത്ത് പറയേണ്ടവരോട് ഞാൻ പറയും, അത് കഴിയുമ്പോൾ നിന്നെ തിരിച്ചു വിട്ടേക്കും എന്ന് പറയുവാണ്. അത് കഴിയുമ്പോൾ ഗൗരി അവിടെ ഇരുന്ന് പിണങ്ങി സങ്കടപ്പെട്ടിരുന്ന് ഫുഡ് കഴിക്കുവാണ് കേട്ടോ. അതേ സമയത്ത് ശങ്കറാണെങ്കിൽ ഒരു പറ്റ് പോലും എനിക്ക് ഇറങ്ങുന്നില്ല, അവളെ പറ്റി ഓർത്തിട്ടെന്ന് പറഞ്ഞ് ആകെ വിഷമിച്ചിരിക്കുവാണ്. ആ സമയത്ത് ഗംഗ പറയുന്നുണ്ട്, നീ ഒന്നും കഴിക്കാത്തതുകൊണ്ട് ഗൗരി പോയപ്പോൾ തൊട്ട് മണിമുത്തശ്ശി ഒന്നും കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പം ശങ്കർ പറയണേ, ഇത്രയും പ്രായമുള്ള ആളല്ലേ, എന്തൊക്കെ അസുഖങ്ങളുണ്ട്, എന്നിട്ട് കഴിക്കാതിരിക്കുവാണോ, മാറ് ഞാൻ പോയി കൊടുക്കാമെന്ന് പറയുമ്പോഴത്തേക്കും ഗംഗ പറയുവാണ്, മുത്തശ്ശി ഒന്നും കഴിക്കില്ല, നീ കഴിക്കാണ്ട് ആദ്യം നീ കഴിക്കേ, ഞാൻ നിനക്ക് വാരി തരണോന്നൊക്കെ ചോദിക്കുമ്പം ശങ്കർ ദേഷ്യപ്പെട്ട് പറയാം, നീ എനിക്ക് വാരിയും തരണ്ട ഒന്നും തരണ്ട, ഞാൻ കഴിച്ചോളാം എന്ന് പറയുവാണ്. അത് കഴിയുമ്പോഴത്തേക്കും ശങ്കർ ഫുഡ് കഴിക്കുന്ന കാണുമ്പോഴത്തേക്കും രാധാമണി തങ്കച്ചിക്ക് ഒരു സമാധാനം ആവുകയാണ്. ഗംഗ ഇങ്ങനെ ശങ്കറിനോട് ഓരോന്ന് ചോദിക്കുന്നത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ രാധാമണി തങ്കച്ചി നോക്കി നിൽക്കുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും വേണി വിളിക്കുവാണ്. വേണി വിളിച്ചിട്ട് രാധാമണി തങ്കച്ചിയോട് ചോദിക്കുന്നുണ്ട്, അമ്മേ അവിടെ എന്തുട്ടാ ഉണ്ടായത്? അമ്മ എന്താ എന്നോടൊന്നും പറയാതിരുന്നേ? ഗൗരിയെ കാണാതെ പോയ കാര്യം അമ്മ എന്നോട് പറയാതിരുന്നേ? അമ്മയ്ക്കിതിലൊരു പങ്കും ഇല്ലല്ലോ എന്ന് ചോദിക്കുവാണ് കേട്ടോ. അങ്ങനെ 2 തവണ മുള്ളും മുനയും വെച്ച് നമ്മുടെ വേണി ചോദിക്കുമ്പോൾ രാധാമണി തങ്കച്ചി പറയാണ്, എന്താ മോളെ നിനക്കൊരു സംശയമുള്ള പോലെ, ഇനി അതും എൻ്റെ തലയിലോട്ട് ഇടാനാണോ എന്ന് പറഞ്ഞിട്ട് പറയാണ്, അത് മാത്രം ആക്കണ്ട, നിൻ്റെ ഭർത്താവില്ലേ ബാങ്കിൽ നിന്ന് 25 കോടി അടിച്ചുകൊണ്ട് പോയില്ലേ, ആ കേസും കൂടെ എൻ്റെ തലയിലോട്ടിട്ട്, അത് ഞാനാ ചെയ്തതെന്ന് വേണമെങ്കിൽ നീ പറയാമെന്ന് പറയുവാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുന്ന വേണിക്ക് ദേഷ്യം വരുവാണ്. ദേഷ്യം വന്ന് വേണി പറയാം, എൻ്റെ ആദർശേണ്ണ ആരുടെ ഒരു ചില്ലി പൈസ എടുത്തിട്ടില്ല, പിന്നെ ഗൗരിയെ കാണാതായതിൽ ആ വീട്ടിലുള്ളവർക്കോ അമ്മയ്ക്കോ ആർക്കെങ്കിലും എന്തെങ്കിലും പങ്കുണ്ടെന്ന് ഞാൻ അറിഞ്ഞാൽ ഞാൻ അപ്പം ബാക്കി പറയാമെന്ന് പറയുവാണ്. ആ സമയത്ത് രാധാമണി തങ്കച്ചി പറയുന്നുണ്ട്, നീ ചുമ്മാ എന്നോട് വഴക്കിടണ്ട, അവിടെ നിന്ന് എല്ലാം പെറുക്കി ഇങ്ങോട്ട് പോരെ, ഞാനൊരു വണ്ടി അയക്കാം, ചുമ്മാ അവിടെ നിൻ്റെ ജീവിതം കളയണ്ടെന്ന് പറയുമ്പോൾ വേണി ദേഷ്യപ്പെട്ട് പറയുവാണ്, എൻ്റെ ജീവിതത്തിന് ഒരു കുഴപ്പമില്ല, അമ്മ ഫോൺ വെച്ചേ എന്ന് പറഞ്ഞ് ഫോൺ വെച്ചിട്ട് പോവാണ് കേട്ടോ. ഇതൊക്കെ കേട്ടുകൊണ്ട് ശേഖരൻ മുറിയിലോട്ട് വരുവാണ്. ശേഖരൻ മുറിയിലോട്ട് വരുമ്പോൾ രാധാമണി തങ്കച്ചി പറയുകയാണ്, ഞാൻ വേണിയെ വിളിക്കുമായിരുന്നു, അവളോട് പറഞ്ഞിട്ട് അവളെ തലയിൽ കയറുന്നില്ല എന്ന് പറയുമ്പോൾ ശേഖരൻ പറയുക, ഇവൾക്ക് വല്ല വട്ടുണ്ടോ ഇവളുടെ ജീവിതം ഇങ്ങനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതും അവന് വേണ്ടിയിട്ടെന്നൊക്കെ പറയുവാണ്. അത് കഴിയുമ്പോൾ ശേഖരൻ ചോദിക്കുന്നുണ്ട്, അമ്മേ ഇവിടെ എന്തുട്ടാ ഉണ്ടായതെന്ന് ചോദിക്കുമ്പം എന്തുട്ടാ ഉണ്ടായതെന്ന് നീ കണ്ടതല്ലേ എന്ന് ചോദിക്കുമ്പോൾ രാധാമണി തങ്കച്ചി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറയുന്നത് കാണുമ്പോൾ ശേഖരൻ പറയാണ്, അമ്മയുടെ ചിരി കണ്ടാൽ അറിയാൻ പാടില്ലേ അമ്മയ്ക്ക് ഇതിലെന്തോ പങ്കുണ്ടെന്ന്, എന്താ അമ്മേ പറ, എന്നോട് പറ എന്ന് പറയുമ്പോഴേക്കും രാധാമണി തങ്കച്ചി പറയാണ്, എടാ മോനെ, ഈ ചാരങ്ങാട്ട് മഹാദേവൻ്റെ വീട്ടിൽ വന്ന് ആരായിരിക്കും അവളെ പിടിച്ചുകൊണ്ട് പോകുന്നത്, അതിനുള്ള ധൈര്യം ആർക്കാ ഉള്ളതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതല്ലേ ഞാൻ അമ്മയോട് ചോദിച്ചതെന്ന് പറയുമ്പോഴത്തേക്കും ശേഖരനോട് രാധാമണി തങ്കച്ചി പറയുക, ഇതാ ഞാൻ പറഞ്ഞത് നീ ഒരു പൊട്ടനാന്ന്, എടാ അത് നിൻ്റെ അച്ഛൻ ചെയ്യിപ്പിച്ചതായിരിക്കും, പുള്ളി എന്നോട് സമ്മതിച്ചിട്ടൊന്നുമില്ല, പക്ഷേ അത്രയ്ക്ക് ധൈര്യം വേറെ ആർക്കാ ഈ നാട്ടിലുള്ളത്, ഇത് അച്ഛൻ്റെ തന്നെ പരിപാടിയാണെന്ന് പറയുവാണ് കേട്ടോ. അത് കേൾക്കുമ്പോഴേക്കും ശേഖരനും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾക്കതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു, എന്തായാലും കൊള്ളാം എന്നുള്ള രീതിയിൽ. അത് കഴിയുമ്പോൾ ശേഖരൻ രാധാമണി തങ്കച്ചിയോട് അവിടെ നിന്ന് സംസാരിച്ചിട്ട് നേരെ മുറിയിലോട്ട് പോവുകയാണ്. മുറി ചെല്ലുമ്പോൾ കമല ഇങ്ങനെ ഒരുങ്ങിയൊക്കെ നിൽക്കുന്ന കാണുമ്പോഴത്തേക്കും ശേഖരൻ പറയാണ്, എൻ്റെ കമലേ, എൻ്റെ മനസ്സിൽ ഇതുപോലൊരു ഭാര്യയായിരുന്നു, ഒരു മോഡേൺ ആയിട്ടൊരു ഭാര്യനെ കല്യാണം കഴിക്കണമെന്ന് മാത്രമേ ഈ ശേഖരേട്ടൻ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ മോളെ, പക്ഷെ കിട്ടിയതോ എന്നിങ്ങനെ പറഞ്ഞ് കമലേനെ നോക്കുമ്പം ശേഖരന് പെട്ടെന്ന് ബോധം വരും, അല്ല രണ്ടും ഒരാൾ തന്നെ, പക്ഷേ ഇതാട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടം, എനിക്ക് ഇത്രയും മാത്രം ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, നീ എൻ്റെ അടുത്തോട്ടിങ്ങ് വന്നേ, ആ കണ്ണും മൂക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വായി നോക്കി നിൽക്കുവാണ് കേട്ടോ കമലേനെ. അത് കഴിയുമ്പോൾ ശേഖരൻ പറയാണ്,
നീ എനിക്കൊരു ഉമ്മ തന്നേന്ന് പറയുമ്പം നമ്മുടെ കമൽ പറയുന്നുണ്ട് എനിക്ക് നാണമാവുക ശേഖരേട്ടാന്ന് പറയുമ്പം ശേഖരൻ പറയാം എന്തൂട്ടിനെ നാണിക്കുന്നേ, നീ എനിക്കൊരു ഉമ്മതാ, ഞാനിവിടെ കണ്ണടച്ച് ഈ സോഫയിലിരിക്കാം, നീ എൻ്റെ അടുത്തോട്ട് വന്ന് എനിക്ക് നല്ലൊരു ഉമ്മതാ എന്ന് പറയുവാണ് കേട്ടോ. എന്നിട്ട് ശേഖരൻ നേരെ ആ കൗച്ചിൽ പോയി കണ്ണടച്ചിങ്ങനെ ഇരിക്കുവാണ്. ആ സമയത്ത് ചൂടാക്കി വെച്ച ഒരു അയൺ ബോക്സ് എടുത്ത് ശേഖരൻ്റെ കവളിൻ്റെ അടുത്ത് കൊണ്ട് വെക്കുവാണ് കേട്ടോ കമല. അപ്പോൾ ശേഖരൻ കണ്ണടച്ചിരിക്കുന്നതുകൊണ്ട് ശേഖരൻ പറയാം എന്തുട്ടാ കമലേ ഒരു ചൂട്, നിൻ്റെ ഉമ്മയ്ക്ക് ഇത്രയും ചൂടുണ്ടായിരുന്നോ, ഇങ്ങനെ താന്ന് പറഞ്ഞ് ഇങ്ങനെ കണ്ണ് തുറന്ന് നോക്കുമ്പോഴത്തേക്കും അയൺ ബോക്സ് അടുത്ത് വെച്ചേക്കുന്നതാണ് വേണം കേട്ടോ. അപ്പോഴത്തേക്കും ശേഖരൻ പെട്ടെന്ന് പേടിച്ചൊരച്ച് പറയണം അയ്യോ കമല ഇതെൻ്റെ മുഖത്ത് വെക്കരുത്, ഞാനൊരു വളർന്നു വരുന്ന താരമല്ലേ, എൻ്റെ റീൽസ് എൻ്റെ ആരാധകർ എൻ്റെ മുഖം ഞാനിനി എങ്ങനെ പുറത്ത് കാണിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ശേഖരൻ ഇങ്ങനെ കെഞ്ചുവാണ് കേട്ടോ. ആ സമയത്ത് കമല പറയുന്നുണ്ട് ഇത് മര്യാദയ്ക്ക് ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഇത് നിൻ്റെ മുഖത്ത് വെച്ച് ഞാൻ അമർത്തും, എവിടെയാണ് നമ്മുടെ ഗൗരി എന്ന് ചോദിക്കുവാണ് കേട്ടോ. ഇത് കേട്ട് ആകെ പേടിച്ച് പറിച്ച് നമ്മുടെ ശേഖർ ഭായി പറയാണ് എനിക്കറിഞ്ഞൂടാ എന്നെ ഒന്നും ചെയ്യരുത്, എനിക്ക് സത്യത്തിൽ അറിഞ്ഞുകൂടാ, എനിക്ക് അവൾ എവിടെയാണെന്ന് പോലും അറിയില്ല എന്ന് പറയുവാണ് കേട്ടോ. അങ്ങനെ പേടിച്ച് പറിച്ചിരിക്കുന്ന ശേഖരനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.